ഹലോ, ഇപ്പം നമ്മൾ ആനയിറങ്ങൽ ഡാമിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് പൂപ്പാറ വഴിയാണ്. മെയിൻ റോഡിൽ നിന്ന് ആനയിറങ്ങൽ ഡാമിലേക്കുള്ള വഴിയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി മൂന്നാറിൽ നിന്നും 22 കിലോമീറ്റർ അകലെ ചിന്നക്കനാൽ ശാന്തമ്പാറ പഞ്ചായത്തുകളിലായി പന്നിയാർ പുഴയിൽ നിർമ്മിച്ച ഒരു അണക്കെട്ടാണ് ആനയിറങ്കൽ അണക്കെട്ട്. ഇതിൻ്റെ ഒരു വശം വനമേഖലയാലും മറ്റു വശങ്ങൾ ടാറ്റയുടെ ടീ പ്ലാന്റേഷനാലും അണക്കെട്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. കുമളി മൂന്നാർ പാതയ്ക്ക് സമീപമായിട്ടാണ് അണക്കെട്ടിൻ്റെ സ്ഥാനം വരുന്നത്. ഈ അണക്കെട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം പന്നിയാർ പുഴയിലൂടെ കുത്തുങ്കലിലും പൊന്മുടി അണക്കെട്ടിലും എത്തുന്നു. കുത്തുങ്കൽ പന്നിയാർ പവർ ഹൗസുകളിൽ വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വാഹനം അകത്തേക്ക് കയറ്റാൻ പറ്റത്തില്ല. നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു വേണം കയറി പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേര സമയമാണ്. അതുകൊണ്ട് നല്ല തണുപ്പാണ്. ഈ അണക്കെട്ടിനോട് ചേർന്ന് തന്നെ തടാകവും തേയിലത്തോട്ടവും ഉണ്ട്. അതാണ് ഈ റിസർവോയറിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. കൂടാതെ നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് കേട്ടോ. വൈകുന്നേരത്തെ ഈ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. എന്താ ഭംഗി! അമ്പോ, എനിക്ക് എത്ര ആസ്വദിച്ചിട്ട് മതിയാവുന്നില്ലായിരുന്നു. എത്ര ഭംഗിയുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ അമ്മച്ചിയാണ്. അപ്പോൾ അമ്മച്ചി ചട്ടയും മുണ്ടൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ അവിടെ പോകുന്ന ആൾക്കാരൊക്കെ കുറേ നാൾക്ക് ശേഷം ഒരു ചട്ടയും മുണ്ടും ഇട്ട് അമ്മച്ചിയെ കാണാൻ പറ്റി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്കത് കേട്ടപ്പം സന്തോഷം. ആയിരത്തി 1965 ഈ ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ഇത് KCBയുടെ കീഴിലാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, മനോഹരമായി പ്രകൃതിയൊക്കെ മതിയാവോളം ആസ്വദിച്ച് അങ്ങനെ ഇവിടുന്ന് മടങ്ങാവുന്നതാണ്. ബോട്ടിങ്ങൊക്കെ ഉണ്ട്. അത് രാവിലെ 8 മുതൽ വൈകുന്നേരം 5 വരെയാണ് സമയം. ഇപ്പം ജലനിരപ്പ് വളരെ കുറവായതിനാൽ ബോട്ടിംഗ് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. വേണ്ട, നമ്മളിവിടെ നിന്നപ്പോൾ തന്നെ പശുക്കളൊക്കെ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. ഈ ഒരു വൈകുന്നേര സമയമായതിനാൽ തന്നെ ആ ഒരു ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഫ്രെയിമാണ് കേട്ടോ.